പറയുന്നു. വലൽ ലൈലു സാബിഖുൻ നഹാർ, ലൈൽ ഒരിക്കലും എന്ത് ചെയ്യൂല, നഹാറിനെ സബക്ക് ചെയ്യൂല, മുൻകടക്കുക എന്നുള്ളത് ഇല്ല. ഒക്കെ ഒരു നിർണിത കാലയളവിലാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വക്കുല്ലുൻ ഫി ഫലകിൻ യസ്ബഹൂൻ. വക്കുല്ലുൻ ഉണ്ടാ, കുല്ലുൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ തൻവീൻ, അതിന് തൻവീനുൽ ഇവാദ് എന്നാണ് പറയാം. തൻവീനുൽ ഇവാദ്, അതായത് ഒന്നുകിൽ ഈ തൻവീൻ ഒരു സെൻറ്റൻസിനെ അറിയിക്കും, അല്ലെങ്കിൽ ഒരു നാമത്തിനെ അറിയിക്കും, അല്ലെങ്കിൽ ഒരു ഹർഫിനെ, അക്ഷരത്തെ അറിയിക്കും. അതാണ് തൻവീനുൽ ഇവാദിൻ്റെ പ്രത്യേകത. അറബി ഭാഷയിൽ തൻവീനുകൾ പലതുണ്ട്. തൻവീനു തംകീൻ, ഇപ്പോൾ ഈ തൻവീൻ ഉണ്ടല്ലോ, ഫതഹ തൻവീൻ, കസ്റ തൻവീൻ, ദമ്മ തൻവീൻ ഉണ്ടല്ലോ, ഇത് പല ഇനങ്ങളുണ്ട്. അതിന് പല ധർമ്മങ്ങളാണ് ഭാഷയിൽ, വ്യാകരണത്തിൽ. തൻവീനു തംകീൻ, തൻവീനുൽ തൻകീർ, തൻവീനുൽ ഇവാദ്, തൻവീനുൽ മുഖാബല, ഇങ്ങനെ പല തൻവീന്. ഇവിടെ വക്കുല്ലിൻ എന്നുള്ളിടത്ത് വക്കുല്ലും മിനശ്ശംസി വൽ ഖമർ എന്നുള്ളതാണ്. സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ വക്കുല്ലുൻ, അവയെല്ലാം ഫി ഫലകിൻ യസ്ബഹൂൻ. ഫി ഫലകിൻ യസ്ബഹൂൻ. ഫി ഫലക്, ഫലക് എന്ന് പറഞ്ഞാൽ മജറൻ നുജൂം, മജറൽ കവാക്കിബ്, നക്ഷത്രങ്ങളുടെ സഞ്ചാര വഴിയാണ്, ഭ്രമണപഥം. ഫലക് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് ഈ മുസ്തദീറായ, പിന്നെ ഇതിനാണ് പറയാം, മുസ്തദീറായിട്ടുള്ള വൃത്താകൃതിയിൽ. ഇപ്പം നമ്മൾ ഈ ടെൻ്റൊക്കെ കെട്ടുകയാണെങ്കിൽ ആ ടെൻറ്റിൻ്റെ തൂണുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ എന്തൊക്കും, ഒരു റൗണ്ടിലൊരു പലക വെക്കും. അതിനാണ് ഫലക് എന്ന് പറയാം. ടെൻറ്റിൻ്റെ ഈ ശീല അതിനെ ഘടിപ്പിക്കുക, അത് നടുക്ക് വെക്കും, എന്നിട്ട് അതിന്മേലാണ് ടെൻ്റ് ഇടുക. അതാണ് ഫലക് എന്ന് പറയാം. പക്ഷേ ഈ ഭ്രമണപഥം അതെങ്ങനെയാണ്? അതിന് ശക്കിൽ മുസ്തദീറാണ്. അപ്പം ഈ സൂര്യനാകട്ടെ, ആകാശഗോളങ്ങളാകട്ടെ, അവയുടെ ഭ്രമണപഥത്തിൽ അത് വൃത്താകൃതിയിലാണ് ചലിക്കുന്നത്. അപ്പോൾ ആ ശക്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം, ഫീ ഫലക്കിൻ. വക്കുല്ലുൻ, ചന്ദ്രനും സൂര്യനും ഒക്കെ ഫീ ഫലക്കിൻ, അതിൻ്റെ ഭ്രമണപഥത്തിൽ യസ്ബഹൂൻ. എന്താ യസ്ബഹൂൻ? ഈ സബഹ എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത, നമ്മൾ വെള്ളത്തിൽ ചലിക്കുന്നതിന്, അതുപോലെ വായുവിൽ ചലിക്കണീനാണ് സബഹ, അതിലൂടെ സഞ്ചരിക്കണീനാണ് പറയാം. ഇപ്പം ജറ യജ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഇപ്പം നമ്മൾ ജറ ഓടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടുമ്പോൾ മുകളിലൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്തുണ്ട്, മണ്ണിലൂടെയാണ് ഓടുന്നത്, കല്ലിലൂടെയാണ് ഓടുന്നത് അല്ലേ. അപ്പം ആ ഓട്ടത്തിന് എന്തുണ്ട്, ഒരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകും അല്ലേ. പക്ഷെ മുകളിലൊന്നുമില്ല, അടിയിലൊന്നുമില്ല, അതിൻ്റെ വായു കൂടി പോവുകയാണെങ്കിൽ അങ്ങനെ സ്പീഡിലുള്ള ഗമനാണ്. വെള്ളത്തിലാകുമ്പോൾ അതേപോലെ തന്നെ, വെള്ളത്തിൽ നീന്തുമ്പോൾ അതേപോലെ സ്പീഡിലുള്ള ഗമനാണ്. അതുകൊണ്ടാണ് യസ്ബഹൂൻ എന്ന് പ്രയോഗിച്ചത്. സബഹ, മലക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ, വസ്സാബിഹാതി സബ്ഹ. എന്താ വസ്സാബിഹാതി സബ്ഹ? മലക്കുകൾ പ്രയാണം കുറിക്കുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണ് അല്ലേ. ആ പ്രയാണത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്പീഡിൽ ഗമിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവ അങ്ങനെയാണ്. വകുല്ലുൻ ഫീ ഫലകിൻ, അവയുടെ ഭ്രമണപഥത്തിൽ യസ്ബഹൂൻ എന്നാണ്. യസ്ബഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് മോഷനിൽ അവ ചലിക്കുന്നു എന്നുള്ളതാണ്. ചലിക്കുന്നു. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. എന്താ ഇതെവിടെ പറഞ്ഞത്? ഇന്നലക ഫിന്നഹാരി ഇൻസാനില, മാരിജിലല്ല, മുസമ്മിൽ, സൂറത്ത് മുസമ്മിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വതൻ വഅഖ്വമു ഖീല ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല. പകലിൽ താങ്കൾക്ക് സബ്ഹൻ തവീല ഉണ്ട് എന്നാണ്. സബ്ഹൻ തവീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പണി എന്നുള്ള അർത്ഥത്തിലാണ്. റസൂലുള്ളാഹിക്ക് കുറേ പോകണം, വരണം, കുറേ മുന്നോട്ട് പോകണം, കുറേ പിന്നോട്ട് വരണം, കുറേ ജോലി ഉണ്ട് എന്നുള്ളതാണ്. ആ ജോലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേഗത്തിൽ കുറേ സമയം തരപ്പെടുത്തിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് പകലിൽ കൂടുതൽ നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സബ്ഹൻ തവീൽ ഇല്ലാത്ത രാത്രി എന്ത് ചെയ്യണം? ധാരാളം നിസ്കരിക്കാൻ പറയണം. അപ്പോൾ ഇവിടെ സബ്ഹൻ തവീൽ എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ കൂടുതൽ ജോലിയെക്കുറിച്ച് പറഞ്ഞ്, അപ്പോൾ അത് കൂടുതലുണ്ട്, റസൂലുള്ളാഹി കൂടുതൽ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് ആ പ്രയോഗം വന്നത്. പിന്നെ വേഗത്തിൽ ചലിക്കുക എന്നുള്ള അർത്ഥം വരുന്ന സബ്ഹ് എന്നുള്ളത് അവിടെ കൊണ്ടുവന്ന അതിനാണ്. തയ്യിബ്. ഏതായാലും ഇവിടെ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, ഖമറാകട്ടെ ഷംസാകട്ടെ എല്ലാം ഫലക്കിൽ യസ്ബഹൂൻ, അത് ചലിച്ചു കൊണ്ടിരിക്കുന്നു. ആ ചലനം എന്താണ്? അത് വേഗത്തിലുള്ള ചലനമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ പ്രയോഗം, സബ്ഹ് എന്നുള്ള പ്രയോഗം. ഒന്നുകിൽ വായുവിലൂടെ ചലിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ചലിക്കുക, അതിനാണ് ഇത് പ്രയോഗിക്കുക.